രാഷ്ട്രീയ കേരളം കാത്തിരുന്ന വിധി അങ്ങനെ ഇന്നറിഞ്ഞു. അടിയൊഴുക്കുകളുടെ കോട്ട കെട്ടി അടച്ച് നിലമ്പൂരിൽ UDF-ന് 11,077 വോട്ടിന്റെ ആധികാരിക ജയം. ആര്യാടൻ ഷൗക്കത്ത് 77,737 വോട്ട് നേടിയപ്പോൾ എം സ്വരാജിന് 66,660 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം തന്നെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് PV അൻവറും. 19,760 വോട്ട് നേടി PV അൻവർ കരുത്ത് തെളിയിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി പോരാട്ടമായി കണ്ട നിലമ്പൂരിലെ ജയം UDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ബാലറ്റ് വോട്ടുകൾ എണ്ണിയത് മുതൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലായിരുന്നു. പക്ഷേ ആദ്യ പഞ്ചായത്തായ വഴിക്കടവെണ്ണിയപ്പോൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷമില്ല. UDF ക്യാമ്പിൽ ആശങ്ക. പക്ഷേ മുത്തേടവും അമരമ്പലവും അത് പരിഹരിച്ചു. 3 പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഷൗക്കത്തിന്റെ ലീഡ് 5000 കടന്നു. UDF ക്യാമ്പിൽ ആശ്വാസം. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ UDF-ന്റെ വൻ മുന്നേറ്റം. 4000 വോട്ടിന്റെ ലീഡ്. LDF പ്രതീക്ഷ വെച്ചു പുലർത്തിയ അമരമ്പലവും കൈവിട്ടു. സ്വരാജിന് നേരിയ ലീഡ് ലഭിച്ചത് കരുളായി മാത്രം. 2016 കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിച്ച ആവേശത്തിൽ UDF. കഴിഞ്ഞ 2 ടേമായിട്ട് നഷ്ടപ്പെട്ട നിലമ്പൂർ അത് തിരിച്ചു പിടിക്കുക എന്നത് നിലമ്പൂരിലെ മാത്രമല്ല മലപ്പുറത്തെ മുഴുവൻ UDF-ന്റെ പ്രവർത്തകരുടെ ഒരു വലിയ അഭിലാഷമായിരുന്നു. അതിന്റെ സാക്ഷാത്കാരം. എം സ്വരാജിനെ കളത്തിലിറക്കി പോരിനിറങ്ങിയ LDF-ന് പ്രതിപക്ഷത്തിന്റെ പഴുതടച്ച നീക്കത്തിൽ അടിപതറി. PV അൻവറിന്റെ സാന്നിധ്യം കൂടുതൽ പരിക്കേൽപ്പിച്ചത് സ്വരാജിന്. വികസന കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട്. പിണറായിസത്തിനും സതീശനിസത്തിനുമെതിരെ പോരിനിറങ്ങിയ PV അൻവർ 20,000-ഓളം വോട്ട് നേടി കരുത്തു തെളിയിച്ചു. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ വെച്ച് പരീക്ഷണത്തിനിറങ്ങിയ NDA-ക്ക് 4ാം സ്ഥാനം. ലഭിച്ചത് 8600-ഓളം വോട്ട് മാത്രം. ഞങ്ങൾക്ക് താരതമ്യേന സംഘടനാപരമായ സ്വാധീനം കുറഞ്ഞ ഒരു മണ്ഡലമാണ്. ഞങ്ങൾക്ക് 2021-നെ അപേക്ഷിച്ച് നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. നിലമ്പൂരില്ലെങ്കിൽ നിയമസഭയില്ലെന്ന് UDF നൽകിയ മുന്നറിയിപ്പ് ഫലം കണ്ടു. ഭരണവിരുദ്ധ വികാരം ചോർന്നു പോകാതിരിക്കാൻ നേതാക്കൾ അധികം പണിയെടുത്തതോടെ നഷ്ടപ്പെട്ട മണ്ഡലം UDF-ന്റെ കൈക്കുമ്പിളിൽ. CPM-ന് ഇനി പരാജയത്തിന്റെ കണക്കെടുക്കാം. ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ടീം മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.